നാം എപ്പോഴും പറയും പ്രാർത്ഥിക്കണം. എന്നാൽ ചിലർക്ക് പ്രാർത്ഥന എന്നത് ഒരു ബോറിംഗ് പരിപാടിയാണ്. വേറെ ചിലർക്കാണെങ്കിൽ അതൊരു യാന്ത്രികതയാണ്. കുറേ പ്രാർത്ഥനകൾ ചൊല്ലിക്കൂട്ടി അത് അവസാനിപ്പിക്കുന്നു. എന്നാൽ മറ്റു കൂട്ടർക്കോ വെറുതെ സമയം കളയുന്ന ഒരു പരിപാടിയാണ്. ആ സമയം എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. പ്രാർത്ഥനയുടെ അർത്ഥം ശരിക്കും മനസ്സിലാക്കിയാൽ ഈ പ്രസ്താവനകളൊക്കെ അപ്രത്യക്ഷമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രാർത്ഥന ജീവവായുവായി സ്വീകരിച്ച, പ്രാർത്ഥനയുടെ ശക്തി ശരിക്കും തിരിച്ചറിഞ്ഞ ഒരു വിശുദ്ധയാണ് വിശുദ്ധ ക്ലാര. ഞങ്ങൾ അംഗമായിരിക്കുന്ന ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷൻ വിശുദ്ധ ഫ്രാൻസിസിൻ്റെയും വിശുദ്ധ ക്ലാരയുടെയും ചൈതന്യം സ്വയാത്തമാക്കി ജീവിക്കുന്നവരാണ്. വിശുദ്ധ ക്ലാരയുടെ പ്രാർത്ഥന ഒരു വേറെ ലെവലായിരുന്നു കേട്ടോ. വളരെ സിമ്പിൾ ആയിരുന്നു. നാം സാധാരണ പറയാറുണ്ട് പ്രാർത്ഥന എന്നാൽ ദൈവത്തോടുള്ള സംഭാഷണമാണ്. എന്നാൽ വിശുദ്ധ ക്ലാര പ്രാർത്ഥന എന്നത് ഈശോയുടെ സ്നേഹം രുചിച്ചറിയുന്ന നിമിഷങ്ങളായിരുന്നു. യെസ്, ഷി ടേസ്റ്റ് ദ ലവ് ഓഫ് ജീസസ്. പഞ്ചസാര മധുരമാണെന്ന് 1000 പേര് നമ്മളോട് പറഞ്ഞാലും അതിൽ നിന്ന് ഒരു നുള്ളെടുത്ത് നമ്മുടെ നാവിൽ വെച്ച് നാം ടേസ്റ്റ് ചെയ്യുമ്പോഴല്ലേ പഞ്ചസാര മധുരമാണെന്ന് നാം വിശ്വസിക്കുന്നത്. പിന്നെ ആരും പറയേണ്ട ആവശ്യമില്ല പഞ്ചസാര മധുരമാണെന്ന്. ഇതുപോലെ ഈശോയുടെ സ്നേഹം പേഴ്സണലി അനുഭവിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ദൈവത്തെ പറ്റിയും പ്രാർത്ഥനയെ പറ്റിയുമുള്ള പഠനങ്ങൾക്കൊന്നുമല്ല വിശുദ്ധ ക്ലാര മുൻതൂക്കം നൽകിയത്. കാരണം പഠനം നമ്മുടെ ബുദ്ധിയെ വികസിപ്പിക്കും, അതൊരു പരിധിവരെ ആവശ്യവുമാണ്. എന്നാൽ പ്രാർത്ഥനയിൽ വികസിക്കേണ്ടത് നമ്മുടെ ഹൃദയമാണ്. കാരണം ഹൃദയത്തിന് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. വിശുദ്ധ ക്ലാരയുടെ ഹൃദയത്തിൽ നിന്ന് സദാ ദൈവസ്തുതികൾ ഉയർന്നിരുന്നു. നടക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എപ്പോഴും അവൾ പ്രാർത്ഥനയിലായിരുന്നു. ഒരുപാട് തിക്കും തിരക്കും ബഹളവും നിറഞ്ഞ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ, പ്രാർത്ഥിക്കാൻ സമയമില്ല എന്നൊക്കെ നാം പരാതിപ്പെടുമ്പോൾ വിശുദ്ധ ക്ലാരയുടെ ഈ പ്രാർത്ഥനാ ശൈലി നമുക്കേറെ പ്രചോദനമാണ്. മാതാവിൻ്റെ മടിയിൽ ശാന്തമായി കിടക്കുന്ന ഒരു ശിശുവിനെ പോലെ ഞാൻ എന്നെ തന്നെ ശാന്തനാക്കി എന്ന് സങ്കീർത്തകൻ പറയുന്നുണ്ടല്ലോ. അതെ, ഈ ശാന്തത അനുഭവിക്കലാണ് യഥാർത്ഥമായ പ്രാർത്ഥന. നമുക്ക് ഇങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്താലോ? ദിവസത്തിൽ എപ്പോഴെങ്കിലും രാവിലെയോ വൈകിട്ടോ ഒരു 5 മിനിറ്റ് സമയം നമ്മുടെ മനസ്സ് സ്വസ്ഥമാക്കി ശാന്തമാക്കി ഉള്ളിൽ വസിക്കുന്ന ജീവനുള്ള ഈശോയിലേക്ക് ശ്രദ്ധ തിരിച്ച് ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക എന്നുരുവിട്ടുകൊണ്ട് ഒരു 5 മിനിറ്റ് നിശ്ചലമായിരിക്കാൻ നമുക്ക് സാധിച്ചാൽ, ഇത് ദിവസങ്ങളോളം പ്രാക്ടീസ് ചെയ്താൽ പ്രാർത്ഥന നമ്മുടെ ജീവിത ശൈലിയായിട്ട് മാറും. ഒരു നിശ്ചിത സമയത്തേക്ക് മാറ്റിവെക്കേണ്ടതല്ല പ്രാർത്ഥന. പക്ഷേ ഒരു നിശ്ചിത സമയം മാറ്റി വച്ചാൽ ആ ഈശോയുമായുള്ള കണക്ഷനിൽ നാം ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ പ്രാർത്ഥനയായിട്ട് മാറും. വിശുദ്ധ ക്ലാര ഇങ്ങനെ പ്രാർത്ഥിച്ച് സ്വയം പ്രാർത്ഥനയായി മാറിയപ്പോൾ ആ പ്രാർത്ഥനയുടെ ശക്തി ലോകം തിരിച്ചറിഞ്ഞു. ഒരു സംഭവം ഇങ്ങനെയാണ് വായിക്കുന്നത്. ഫിലിപ്പ് മഹാരാജാവ് ഭടന്മാരുമൊത്ത് കപ്പലിൽ യാത്ര ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് കപ്പൽ ഒരു വലിയ അപകടത്തിൽപ്പെട്ടു. ഉടനെ ഭടന്മാരൊക്കെ പേടിച്ച് ചോദിച്ചു, രാജാവേ, നമ്മൾ എന്ത് ചെയ്യും? രാജാവ് ഉടനെ ചോദിച്ചു, ഇപ്പോൾ സമയം എത്രയായി? ഭടന്മാർ മറുപടി പറഞ്ഞു, ഇപ്പോൾ പാതിരാത്രിയാണ്. ഉടനെ മഹാരാജാവ് പറയുകയാണ്, എങ്കിൽ നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ, പേടിക്കേണ്ട. കാരണം ക്ലാരയും സഹോദരിമാരും ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവരുടെ പ്രാർത്ഥനയിൽ നമ്മളും ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമുക്കൊരു അപകടവും സംഭവിക്കുകയില്ല. അതുപോലെ തന്നെ അവർക്കൊരു അപകടവും സംഭവിച്ചില്ല. പ്രാർത്ഥനയുടെ ശക്തി ഇതാണ്. അതുകൊണ്ട് പ്രാർത്ഥനയുടെ ശക്തി നമുക്ക് തിരിച്ചറിയാം. അത് വെറുതെ സമയം കളയുന്ന ഒരു പരിപാടിയൊന്നുമല്ലെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഹൃദയം കൊണ്ട് ഹൃദയത്തിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ പ്രാർത്ഥനയുടെ വ്യക്തികളായിട്ട് നാം മാറട്ടെ. വിശുദ്ധ ക്ലാരയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: കൺസിഡർ ഹിം, ഗെയ്സ് അപ്പോൺ ഹിം, കണ്ടംപ്ലേറ്റ് ഹിം. ഈശോയെ നോക്കുക, വീക്ഷിക്കുക, ധ്യാനിക്കുക. വിശുദ്ധ ക്ലാരയുടെ വാക്കുകളിൽ തന്നെ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. കർത്താവ് എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ എപ്പോഴും കർത്താവിൽ ആയിരിക്കുവിൻ. ആമേൻ.